നമസ്കാരം. അപ്പോൾ ഇന്ന് ഉച്ചയൂണായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് മീൻ കൂട്ടാനും മീൻ വറുത്തതും. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു. 12 മണി ആയിട്ട് കേട്ടോ ഞാൻ വയ്ക്കുമ്പോൾ തന്നെ ഞാൻ വീട്ടിലത്തെ എല്ലാ പണിയും കഴിച്ചിട്ടാണ് ചോറ് വയ്ക്കാൻ നിന്നത്. അപ്പോൾ ലേറ്റായി. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ഇന്ന് കൂട്ടാനും മീൻ വറുത്തത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ മീനിലേക്ക് സബോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ലോണം പുരട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നാളികേരം പാലിലാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ 2ാം പാൽ ഒഴിച്ച് നമുക്ക് വേവിക്കാം, അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ എത്ര ആൾക്ക് മീൻ കൂട്ടാൻ നാളികേരം പാലിൽ വെക്കുന്നത് ഇഷ്ടമാണ്? ഞങ്ങളുടെ അവിടെയൊക്കെ നാളികേരം പാലിൽ ഞാൻ കൂടുതൽ വെക്കുക. നാളികേരം അരച്ചും വെക്കും കേട്ടോ, 2 ടൈപ്പിലും വെക്കും. അപ്പോൾ നാളികേരം അരച്ച് വെക്കുന്നതും നല്ല രസമുള്ള കറിയാണ്. നാളികേരം പാലിൽ വെക്കുന്നത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റുള്ള കറിയാവും കേട്ടോ. ഞാൻ ഇവിടെ കൂടുതൽ നാളികേരം പാൽ ഞാൻ യൂസ് ചെയ്യുക, പിന്നെ വറ്റിച്ച് വെക്കും, അതും ഇഷ്ടമാണ്. അതും എല്ലാവർക്കും നല്ല ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നാളികേരം പാലിൽ വെക്കാനായിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് വെക്കാം. സമയം 12ആയി. നമുക്ക് അരി ഇടാം കേട്ടോ. അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗമാവും. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഒരു തിളയ്ക്കന്നെ വേവണ അരിയാണ് കേട്ടോ. വേഗം തിളച്ച് വരുമ്പോഴേക്ക് തന്നെ വെന്ത് വരും. അപ്പോൾ നമുക്ക് അടുത്തത് മീൻ കൂട്ടാൻ വെക്കാം. നാളികേരം പാലൊഴിച്ച് നമുക്കത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു സൈഡിലാവും. നമുക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ലഞ്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചേട്ടൻ വരാമെന്ന് പറഞ്ഞ കാരണം തന്നെ ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3 മണിയാകുമ്പോഴേക്കും കുട്ടികളെ കൊണ്ടുവരാൻ പോയാൽ മതി. അപ്പം ഇന്ന് അവരെയും കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പണികളൊക്കെ കഴിയും. പിന്നെ അവർ ട്യൂഷന് പോവും. ട്യൂഷന് പോയി കഴിഞ്ഞാൽ പിന്നെ 6 മണിയാകുമ്പോഴേ വരുള്ളൂ. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഞാനും അവരായിട്ട് കുറച്ച് കലാപരിപാടികളാണ്, പഠിപ്പിക്കാതിരുത്തും. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഗുസ്തിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് തന്നെ 7 മണി 8 മണിയാവാറാവും. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചോറ് കൊടുത്ത് അവരെ ഒരു സൈഡിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നീറ്റായി ഒതുങ്ങി പോവും. വേറെ ഒന്നും ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെയും പോലെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് കടന്നു പോയതും. അപ്പോൾ നമുക്ക് മീൻ കൂട്ടാനും കൂടി റെഡിയായി. നമുക്കിത് അടുത്ത് തന്നെ ഉള്ളി കാച്ചാട്ടോ. അപ്പോൾ അടുത്ത അടുപ്പിൽ ഞാൻ ഉള്ളിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ച് നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം കേട്ടോ. കുറച്ച് മുളക് പൊടി ഞാൻ ഇട്ടു. അപ്പോൾ അതും കൂടി ആകുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ മീൻ കറി റെഡി കഴിഞ്ഞാൽ മീൻ വറുക്കാനായിട്ട് ഞാനെപ്പോഴും പൊടി ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. അപ്പം തന്നെ ഉണ്ടാക്കും. ഇവിടെ പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും മീൻ പൊടി വറക്കണത്. പക്ഷെ ഞാനത് വാങ്ങാറില്ല. ഇങ്ങനെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുക. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില, മുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ, കുറച്ച് കുരുമുളക്, ഉപ്പ് ഒക്കെ കൂടി നമുക്ക് മിക്സിയിൽ നല്ലോണം അരച്ച് മീനിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് നമുക്ക് എണ്ണയിൽ കുറച്ച് കറിവേപ്പിലിട്ട് മീൻ പൊരിച്ചെടുത്താൽ സൂപ്പറായിരിക്കും തിന്നാൻ, അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മീൻ കറി, മീൻ കൂട്ടാനും പിന്നെ നമ്മുടെ മീൻ വറുത്തതൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ. നല്ലൊരു ലഞ്ചാട്ടോ. ഇതും പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ 1 മണിക്കൂറൊക്കെ ഞാൻ ചോറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കും. കുറച്ച് കഴിച്ച് ടിവിയും കണ്ട് ഞാനിങ്ങനെ 1 മണിക്കൂറൊക്കെ ഇരിക്കും ചിലപ്പം. അത് ചെറുപ്പത്തിലേ അങ്ങനെയാട്ടാ. ഇതിലും ഞാൻ ചോറിനാൻ ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. കുറേ നേരം എടുക്കും എനിക്ക് ചോറുണ്ട് വരാൻ. അപ്പോൾ ഞങ്ങൾ പോയി ചോറിനിട്ടെ. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.